നമ്മൾ ബക്രാക്ക അതാ വരും. നിങ്ങൾ എവിടെ മനസ്സങ്ങ് നമ്മളിവിടെ കാത്തുക പഠിച്ച നമ്മൾ വരേണ്ട ഇറങ്ങാണെങ്കിൽ ഇറച്ചിയും പൂളൊക്കെ മാഷാള്ള. ആ ടൈം 8 മണിയായി. എന്തൊക്കെയത് പൂള്? പൂള, പാല്, എന്താ പൂള് ഇറച്ചിയാ? നമ്മൾ ബക്രാക്കാനെ വീടാട്ടോ. മാഷാള്ള. ബക്രാക്കാൻ നമുക്ക് വേണ്ടി നമ്മളെ ഇതെന്താ പറയല്? ഇതിന് പേരെന്താണ്? ബക്രാക്കാന്റെ വീട്ടിലുള്ളത് ഒരു വെറൈറ്റി, ഒരു സ്വന്തം ഉണ്ടാക്കിയ ഗണ്ണാണത്. അപ്പോഴേ ശരിയാവുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇവിടെ കുരങ്ങ്, മറ്റേ ആന, മറ്റു മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് പിടിച്ചോളി. അപ്പോൾ നമുക്ക് വക്കറൊക്കെ കാണിച്ചു തരല്ലോ അതെങ്ങനെ ഉപയോഗിക്കുന്നത്, പൊട്ടിക്കുന്നത്. ഇവിടെ ആന്റെ ശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ശല്യം ഒരുപാട്. അപ്പോൾ ഇത് കാർബൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഞാൻ വേറൊരു കാർബൈഡ് കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എലിയോ പെരിച്ചായോ ഒക്കെ ഉണ്ട്, ഇതിന് മട ഉണ്ടാകുമല്ലോ. ഈ മടയ്ക്ക് ഇത്ര പോലും കഷ്ണങ്ങളില്ല, കുറച്ച് വെള്ളം തെളിക്കുക, കാർബൈഡ് കംപ്ലീറ്റ് ചത്തു കൊടുക്കും. അങ്ങനെയാണ് ഒരു പ്രത്യേകത. ഈ കാർബൈഡ് ഇതാ ഒരു ചെറിയ പീസ് എടുക്കുക, ഇതിലിടുക, എന്നിട്ട് ലേശം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തെളിച്ചു കൊടുക്കുക. ഇനി ഇങ്ങോട്ട് തരി. ഇത് ത്രെഡ് കറക്റ്റായി കയറ്റണം കേട്ടോ. അത് നമ്മൾ കുറേ ഉപയോഗിച്ച് ഇതിൻ്റെ ത്രെഡിന് ചെറിയ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അത് ചൂടായിട്ടേ ഇത് ഈ ബാക്കിന് മാറ്റി കൊടുക്കണം. ക്ലീൻ ചെയ്യണം. ഒഴിവ് കിട്ടല്ല. ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ അവർ പൊട്ടിക്കാൻ വേണ്ടി പറയും. ഞാൻ പിന്നെ അങ്ങനെ എടുത്തു വെക്കും. ഓരോ തിരക്കിൽ അങ്ങനെ പോകും. ഒരു കാരണവശാലും ഇതിൻ്റെ ബാക്കിൽ നിൽക്കാൻ പാടില്ല കേട്ടോ. ഇതാ ഇത് ഉപയോഗിച്ചിരിക്കണം. എന്താ നിങ്ങൾ പൊട്ടിക്കല് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു 4 ഈ ഒരൊറ്റ കട്ട കൊണ്ട് ഒരു 5 പ്രാവശ്യം പൊട്ടിക്കാം. 5 പൊട്ടും. ഇനി അത് ഒന്നും കൂടി ഇതാക്കണം, കുറച്ച് വെള്ളം ഇതാക്കണം. ഇനി പൊട്ട് നോക്കാം. ഗ്യാസ് തീർന്നു. ഗ്യാസ് ആവണം. വലിയ സൗണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഒന്ന് പൊടിച്ച് പൊടിച്ചോളൂ കേട്ടോ. സംഭവം നേക്കല്ലേ ഇങ്ങനത്തെ സാധനം നമ്മളെ. ഇനി നമുക്ക് വേറൊന്നും ചെയ്യാം കേട്ടോ. ഫ്രണ്ടിൽ കല്ലൊക്കെ വെച്ചാലേ, ഫ്രണ്ടിൽ നമ്മളൊരു പേപ്പർ പോയിട്ട് കല്ലൊക്കെ വെച്ചാൽ ഒന്നാകെ പോകും കേട്ടോ. പക്ഷികളൊക്കെ ഉണ്ടെങ്കിൽ മരത്തിന് മുകളിൽ. അല്ല, പിന്നെ യൂട്യൂബിൽ പലവരും ഉണ്ടാക്കി. അതിനുശേഷം പലവരും. അപ്പൊ ഇനി വാങ്ങിക്കുവാണെങ്കിൽ ഇവിടെ കല്ല്, പേപ്പറിൽ പോയി കല്ല് വെച്ചിട്ട് കുരങ്ങൊക്കെ മേലെ ഇരിക്കുകയാണെങ്കിൽ ശരിയാവും. എന്താ സംഭവം? കാർബൈഡ് ഇത് നമുക്ക് ബെൽഡിങ്ങിന് ഗ്യാസ് ബെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുള്ളത്. അതന്നെ സംഭവം. ബാക്കിൽ നിൽക്കണ്ട, കണ്ണു സൗണ്ട് കമ്മിയാണ്. സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് കൂടി കൂട്ടിയിട്ടാല് നല്ല സൗണ്ട് ആയിരിക്കും. അമിട്ട് പൊട്ടണമാര് ഭയങ്കര സൗണ്ട്. വേണമെങ്കിൽ ഒന്നും കാണിച്ചാൽ പൊടിച്ചോളി. ചൂടുണ്ട്, സമയം ചൂടുണ്ട്. ശരി, അതെടുക്കാം. ഇത് ബക്രാക്കാനെ സ്വയം കണ്ടുപിടുത്താട്ടോ.
കാരണം ഇവിടെ ആനകളുടെ ശല്യം ഒരുപാട്, ആന, കുരങ്ങ്, കുരങ്ങ്, അതേപോലെ മലയണ്ണാന്, ചുറ്റുഭാഗം കാടായതുകൊണ്ട് ചുറ്റുപാടും കാടായതുകൊണ്ട് അപ്പൊ ഓരോന്ന് അവരൊന്ന് പേടിപ്പിച്ചുവിടാൻ വേണ്ടി സ്വയം കണ്ടുപിടിച്ച ഒരു അന്തരാണ് അത്. മറ്റുള്ളവർ ഏറ്റെടുത്ത് ഇപ്പൊ പല പിന്നെ യൂട്യൂബിൽ പലവരും ഇതിന്റെ ത്രെഡ് ഒന്ന് ക്ലിയർ ആവില്ല. ക്ലിയർ ആണല്ല, അതൊന്നും ആ എയർ പുറത്ത് വെള്ളത്തിലിട്ട് കഴിക്കണം. ബാക്ക് കടിക്കും കേട്ടോ. ഇത് ബാക്കിൽ ത്രെഡ് കറക്റ്റ് ആയില്ലെങ്കിൽ ബാക്ക് കടിക്കും. അപ്പൊ ഇനി ഞാൻ ഇതൊന്ന് മാറ്റി കൊടുക്കണം. സൗണ്ട് കുറച്ച് കമ്മിയുണ്ട്. സൗണ്ട് കമ്മി. നല്ല സൗണ്ട് വരും. എനിക്ക് 2 പീസ് ഇട്ടാൽ നല്ല സൗണ്ട് വരും. പക്ഷെ എനിക്കുള്ള പേടി എന്താണെന്നറിയോ, ഈ ത്രെഡ് കറക്റ്റ് അല്ല. നോക്കി നിങ്ങൾ കുടിക്കും. മിസൈൽ ഗണ്ണ് ആ വന്യമൃഗങ്ങളെ നമുക്ക് ഈ ത്രെഡ് തുരത്താൻ വേണ്ടിയിട്ട് പകുതിയെങ്കിലും ഒക്കെ കയറണം. പക്ഷെ ഇപ്പൊ ഇത് ആകെ ത്രെഡ് കയറുന്നില്ല. കൈ വൃത്തിയാക്കിയത് അതൊന്ന് അല്ല വെള്ളത്തിൽ കൈ വൃത്തിയാക്കണം. ഒഴിവ് കിട്ടൂല. നല്ല ചൂടുള്ള ഇതിലും ഏതാ സംഭവം ഇതില്ലേ? നല്ല ഒരു വെറൈറ്റി ഇതാണ്. ആ കാരണം നമുക്ക് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടേ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ ഈ മലണ്ണാനാണ് ഏറ്റവും വലിയ ശല്യം. ആ മലണ്ണാന്, മരപ്പട്ടി, മാങ്ങ, അടക്ക ഒക്കെ നാശാക്കും. അപ്പൊ രാത്രിയൊക്കെ എന്താകുന്ന പറഞ്ഞാൽ അത് കിച്ചണിലേക്കാ ബാക്കിലുണ്ടാവും. ആനയുടെ ഒച്ച കേട്ടിട്ടുണ്ട് എങ്കിൽ എന്താ മെല്ലെ ജനൽ കൂടെ ഇതാണ് ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആനയൊക്കെ പായും. നമുക്ക് പുറത്തിറങ്ങും വേണ്ട, നമുക്ക് പുറത്തിറങ്ങും വേണ്ട, ഉള്ളിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ജനലിന്റെ ഗ്ലാസും തുറന്നാൽ മതി, അത് കൂടെ ഉപയോഗിക്കാം. ആ പിന്നെ ഒന്ന് പറഞ്ഞാ ഇപ്പൊ നിങ്ങൾ കണ്ട തീ ഉണ്ടല്ലോ, രാത്രി ഇതേപോലെ ആവില്ല കേട്ടോ. രാത്രി നല്ല തീയേക്കാരം, നല്ല വെളിച്ചം പോലെ ആ കൂടും പേടിച്ചോടും. ആന, കുരങ്ങ്, മറ്റൊക്കെ വേറെ സൗണ്ട് ഉണ്ടാവില്ല. ആ ഈ മലണ്ണാനൊക്കെ മരത്തിൽ മരിക്കുമ്പോൾ ഞാൻ എന്താ കാട്ടുക, നിങ്ങൾ ഫ്രണ്ടിൽ കല്ലിടും. ഇനി നമുക്ക് ഇതിന് ഏറ്റവും ഉപയോഗിക്കാൻ നല്ലത് സ്പ്രേ ഉണ്ടല്ലോ, ബോഡി സ്പ്രേ. ബോഡി സ്പ്രേ ഉണ്ടെങ്കിൽ അതൊന്ന് അടിച്ച് വെള്ളം നനക്കണമെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. ഈ കാർബൈഡും അതും കൂടെ അടിക്കുക. കാർബൈഡ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കുന്നതിന് പേരിൽ ഇത് അടിച്ചു കൊടുക്കുക, സ്പ്രേ അടിക്കുക. അപ്പൊ എന്താന്ന് പറയുന്നത് ഭയങ്കര സൗണ്ട് ആയിരിക്കും. പക്ഷെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് പൈപ്പ് നല്ല തിക്കൻസുള്ള പൈപ്പായിരിക്കണം, അല്ലെങ്കിൽ പൊളിഞ്ഞു പണി കിട്ടും. നല്ല ബലമുള്ള പൈപ്പ് 5 mm ആണ് പൈപ്പ്, നല്ല ഇത് വേണം, ഇല്ലെങ്കിൽ പൊളിയും. ഈ തീയിന് വേറെ ഏതിനും പോകാൻ വഴിയില്ലല്ലോ, അപ്പൊ ഇതിലെ തന്നെ പോകണം. ഇത് സ്വന്തം കണ്ടെത്തിയത് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടുണ്ടായി? അല്ല, ഞാൻ വേറൊരാളേക്ക് കണ്ടതാണ്. അത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി. പിന്നീട് യൂട്യൂബിൽ നോക്കുമ്പോൾ ഇതിന്റെ ചെറുതുകൾ പലതും കാണും, പല മോഡലും കാണും. കടയിൽ വെക്കാനും കണ്ടല്ലോ. ഉണ്ട്, കടയിൽ വെക്കാനൊക്കെ ഉണ്ട്, കടയിൽ വെക്കാനൊക്കെ ഉണ്ട്. ഇത് തന്നെയാണ് ബക്രാക്കാന്റെ ഐഡിയപരമായ നല്ലതാണ്. നമ്മൾ ബക്രാക്കാനെ കാണാൻ വേണ്ടി വന്നതാണ്. ബക്രാക്കാൻ അടുത്താണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. അപ്പൊ ബക്രാക്കാനെ കാണും ചെയ്യാം. ബക്രാക്കാന്റെ ഈ കണ്ടുപിടുത്തം നേരിട്ട് അറിയാൻ വേണ്ടി ഗ്യാസ് അടുപ്പിൽ അത് മനസ്സിലായി. കാണാൻ കണ്ടതിൽ വളരെ സന്തോഷം. ബക്രാക്കാനെ കാണാൻ കഴിഞ്ഞു. നല്ല കാലാവസ്ഥയാണ്, നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടാണ്. പക്ഷെ ഇവിടെ നല്ല സുഖം, നല്ല അടിപൊളി നല്ല കാലാവസ്ഥയാണ്. 3 ചാനലുണ്ട്. ഒന്ന് ബക്കറും പിള്ളേരും, ഒന്ന് ബാബ താടിക്കാരൻ, ഒന്ന് നീലഗിരി മലയാളി. ഈ 3 ചാനലിൽ ഈ അവരുടെ വീടൊക്കെ ഒരുപാട് പേരുണ്ട് കാണാൻ, അവരെ സപ്പോർട്ട് ചെയ്യാം. ഇന്നലെ പാർട്ടി ഉണ്ടായിരുന്നു, ഇന്നലെ ആളുകളുണ്ടായിരുന്നു. ശരി, നന്ദി പറഞ്ഞാൽ ശരി. നിങ്ങൾ കയറി ചായ കുടിക്കാം. വന്ന് കണ്ടൊരു സന്തോഷം. ഞാൻ ഇനിയത് അവിടെ ഇനി നിങ്ങൾ ഞങ്ങൾ നാട്ടുകാരുണ്ടോ? ഇൻഷാ അല്ലാ. നമ്മളെ നാട്ടുകാർ